कृष्ण जय राधा माधव जय कुंज बिहारी जय गोपीजन राधा जय गिरिवरधारी जय गिरिवरधारी जय Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Jai Radha Madhava, Radha Madhava, Hare Jai Radha Madhava, Radha Madhava, Hare Jai Jagannath Hare Jagannath Hare Baladeva Jaya Sudarshan Jai Prabhupada 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 Jaya Prabhupada. Krishna. ശ്രീമദ് ഭാഗവതം അധ്യായം 1 ക്യാൻഡോ 1 അധ്യായം 1 ശ്ലോകം 2. അപ്പം ഇതിനകത്ത് നമുക്ക് ഇത് ലാസ്റ്റ് അധ്യായം 1-ാമത്തെ ചാപ്റ്ററില് 2-ാമത്തെ ശ്ലോകത്തിന്റെ ലാസ്റ്റ് പാരഗ്രാഫാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ ഇതിനു മുന്നേ ഭക്തന്മാരെല്ലാം നേരത്തെ അതിന്റെ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ശ്ലോകം धर्म प्रोचित कैतवो अत्र परमो निर्मत्सरणां सदा वेद्यं वास्तवमत्र वस्तु शिवदं तापत्रयोन्मूलनम् श्रीमद्भागवते महामुनिकृते किं वा परेरीश्वरा सद्यो कृत्यवर्तते कृतिभिः ഈ അതീന്ദ്രിയ സന്ദേശം സ്വീകരിക്കുന്നതിന് ഉചിതമായ മാർഗം സവിനയമായ ശ്രവണമാണ്. അതീന്ദ്രിയ സന്ദേശ സാക്ഷാത്കാരത്തിന് വെല്ലുവിളി മനോഭാവം സഹായകമല്ല. ഉചിതമായ മാർഗ നിർദ്ദേശത്തിന് ശുശ്രൂഷു എന്ന സവിശേഷ പദം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ഒരാൾ നിശ്ചയമായും ഈ അതീന്ദ്രിയ സന്ദേശ ശ്രവണത്തിന് വ്യഗ്രതയുള്ളവനാകണം. ആത്മാർത്ഥമായ ശ്രവണ വാഞ്ചയാണ് പ്രഥമ യോഗ്യത. ശ്രീമദ് ഭാഗവത ശ്രവണത്തിന് അല്പ ഭാഗ്യവാന്മാരായവർക്ക് താല്പര്യമുണ്ടാവില്ല. പ്രക്രിയ വളരെ സരളമെങ്കിലും പ്രയോഗം കഠിനമാണ്. നിർഭാഗ്യവാന്മാരായ ജനങ്ങൾ കാര്യവിമുഖമായ സാമൂഹ്യ രാഷ്ട്രീയ സംഭാഷണങ്ങൾ ശ്രവിക്കുന്നതിന് വേണ്ടുവോളം സമയം കണ്ടെത്തുന്നു. എന്നാൽ ശ്രീമദ് ഭാഗവത ശ്രവണത്തിനായി ഭക്തർ വിളിച്ചു കൂട്ടുന്ന യോഗത്തിൽ പങ്കെടുക്കാൻ ക്ഷണിക്കുകയാണെങ്കിൽ അവർ തൽക്ഷണം വൈമനസ്യം കാട്ടുന്നു. ചിലപ്പോഴൊക്കെ ഭാഗവത പാരായണം ജീവിത വൃത്തിയായി സ്വീകരിച്ചവർ ബാഹ്യദൃഷ്ട്യാ ലൈംഗിക സാഹിത്യം എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന
പരമപുരുഷനായ ഭഗവാന്റെ ലീലകൾ രാസലീല ഉൾക്കൊള്ളുന്ന രഹസ്യ വിഷയങ്ങൾ തൽക്ഷണം ഊർജ്ജസ്വലരായി മുഴുകുന്നു. ആരംഭം മുതൽ ഭാഗവത ശ്രവണം നടത്തണമെന്ന നിർദ്ദേശമാണ് ശ്രീമദ് ഭാഗവതം വിവക്ഷിക്കുന്നത്. ശ്രീമദ് ഭാഗവത സ്വാംശീകരണത്തിന് യോഗ്യരായവരെ ഈ ശ്ലോകത്തിൽ ഇപ്രകാരം പ്രസ്താവിച്ചിരിക്കുന്നു. അനേകം ധർമ്മകർമ്മങ്ങൾക്ക് ശേഷം മാത്രമാണ് ഒരാൾ ഭാഗവത ശ്രവണത്തിന് യോഗ്യരായി തീരുന്നത്. ശ്രീമദ് ഭാഗവത ശ്രവണത്തിലൂടെ പരമദിവ്യോത്തമ പുരുഷനെ പ്രത്യക്ഷമായി സാക്ഷാത്കരിക്കണമെന്ന് കാര്യകാരണ വിവേചനത്തിനു ശേഷം അഥവാ ഗുണദോഷ ചിന്തകൾക്ക് ശേഷം ബുദ്ധിമാന്മാരായ വ്യക്തികൾ മഹാമുനി വ്യാസദേവനാൽ ഉറപ്പുവരുത്തിയിരിക്കുന്നു. വേദങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന സാക്ഷാത്കാരത്തിനുള്ള വ്യത്യസ്തങ്ങളായ അവസ്ഥകൾ കൂടി കടന്നു പോകാതെ തന്നെ ഈ സന്ദേശ സ്വീകരണത്തിന് താല്പര്യം കാട്ടുന്ന ഒരാൾ പരമഹംസന്റെ നിലയിലേക്ക് ആരോഹണം ചെയ്യപ്പെടുന്നു. ഹരേ കൃഷ്ണ. നമുക്ക് ഈ അധ്യായം 2 ശ്ലോകങ്ങൾ ഇതിന്റെ അർത്ഥങ്ങളെല്ലാം ഇതിനു മുന്നേ തന്നെ നമ്മൾ ക്ലാസ്സിൽ എല്ലാം അറിഞ്ഞും ഡിവോട്ടീസും ഇത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ലാസ്റ്റ് ഈ ശ്ലോകത്തിന്റെ ലാസ്റ്റ് പാർട്ടിലാണ് നമ്മളിത് വായിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് പറയുന്നുണ്ട്, ഈ അതീന്ദ്രിയ സന്ദേശം എന്ന് വെച്ചാൽ ഭാഗവതം ശ്രവിക്കുന്നതിനുള്ള ഉചിതമായ മാർഗം സവിനയമായ ശ്രവണം. ഇപ്പം ഒരു വ്യക്തി എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം ഭാഗവതം പഠിക്കുന്നതിന് വേണ്ട ഫസ്റ്റ് ക്വാളിറ്റിയാണ് ഇതിനകത്ത് നമുക്ക് പറയുന്നത് എന്ന് വെച്ചാൽ സവിനയമായ ശ്രവണം. നമ്മൾ വളരെ വിജ്ഞാനിതമായിട്ടുള്ള ഒരു ശ്രവണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭാഗവതം പ്രോപ്പറായിട്ട് പഠിക്കാനുള്ള ആ ഒരു മൂഡ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ അത് അതീന്ദ്രിയ സാക്ഷാത്കാരത്തിന് വെല്ലുവിളി മനോഭാവം എന്ന് വെച്ചാൽ നമ്മള് ഇത് നമുക്കിപ്പം അത് പഠിച്ചു കളയാം എന്നുള്ള ഒരു മനോഭാവത്തോട് നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ അത് ഒരിക്കലും നമുക്കത് സാധ്യമാവില്ല എന്നാണ് പറയുന്നത്. പക്ഷെ എപ്പോഴും നമ്മളൊരു ഗുരുവിന്റെ നമ്മളൊരു സ്കൂളിൽ തന്നെ പഠിക്കാൻ പോകുന്ന സമയത്ത് ഒരു കുട്ടിയുടെ മനോഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം എനിക്ക് അറിയാവുന്നുള്ള രീതിയിൽ അത് നമുക്ക് ആ ടീച്ചറിന്റെ ഗുരുവിന്റെ നിന്ന് വളരെ വിനയത്തോടു കൂടി നമുക്കത് പഠിച്ചെടുക്കണം എന്നുള്ള ഒരു ഭാവത്തിൽ നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ വിദ്യ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതേ ഒരു പ്രക്രിയ തന്നെയാണ് നമുക്ക് ഭാഗവതം പഠിക്കുന്നതിനും നമ്മൾ സ്വീകരിക്കേണ്ടതെന്ന് വെച്ചാൽ വളരെ വിജ്ഞാനിതമായിട്ട് നമുക്ക് ഭഗവാന്റെ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന മൂടോടുകൂടി ആ ഒരു ഭാവത്തിൽ വന്നിട്ട് വേണം നമുക്ക് ഭാഗവതം പഠിക്കാനെന്നാണ് പറയുന്നത്. അപ്പൊ അതിന് നമുക്ക് ആ വിജ്ഞാനികമായിട്ട് നമുക്ക് ശ്രവണം ചെയ്യുന്നതിനുള്ള ഒരു പ്രത്യേക പദമാണ് ശുശ്രൂഷു എന്ന് നമുക്കിവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അത് ഒരാൾക്ക് നമുക്ക് ഭാഗവതം പഠിക്കുന്നതിന് അത്യാവശ്യം വേണ്ട ഒരു ഇതാണ് വ്യഗ്രത എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കണം, ഭഗവാനെ കുറിച്ച് അത് നമുക്കത് മനസ്സിലാക്കി എടുക്കണം എന്നുള്ള ഒരു കൂടെ ആത്മാർത്ഥമായ ശ്രവണ വാഞ്ചയാണ് പ്രഥമ യോഗം. അപ്പൊ നമുക്ക് അതിനോട് അത് മനസ്സിലാക്കി എടുക്കാനുള്ള ഭാഗവതം നമുക്ക് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു ആത്മാർത്ഥത നമുക്ക് വളരെ വിജ്ഞാനികമായിട്ട് അത് ശ്രമിക്കാനുള്ള ഒരു മനസ്സാണ് നമുക്ക് ആദ്യത്തെ യോഗ്യതയായിട്ട് ഭാഗവതം പഠിക്കുന്നതിനുള്ള നമുക്ക് ആദ്യത്തെ യോഗ്യതയായിട്ട് നമുക്ക് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് ഉപദേശാമൃതത്തിൽ നമുക്ക് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഭക്തി ചെയ്യുന്നതിന് ഭക്തി നമുക്ക് ഉണ്ടാകുന്നതിന് ആറ് കാര്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഭക്തി ഇൻക്രീസ് ഉയർന്നു വരുന്നതിന് 6 കാര്യങ്ങൾ നമുക്ക് ഉപദേശാമൃതത്തിൽ പറയുന്നുണ്ട്. ആ ശ്ലോകം അത് നമുക്ക് ശ്ലോകം ഒന്ന് വായിക്കാം. ഉപദേശാമൃതത്തില് ശ്ലോകം 3 ആണ്. ഉത്സാഹ നിശ്ചയ ധൈര്യ സത്കർമ്മ പ്രവർത്തന സംഗത്യാഗാത്തതോ വൃത്തേ ഷഡ്ഭിർഭക്തി പ്രസീദതി. അപ്പം ഇതിനകത്ത് ഭക്തി നമുക്ക് വളരാനുള്ള 6 കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പറയുന്നത്. അപ്പം ഉത്സാഹം കൊണ്ടും, വിശ്വാസം കൊണ്ടും, ധൈര്യ ക്ഷമ കൊണ്ടും, തത്കർമ്മ ഭക്തിയുത സേവനത്തിന് അനുഗുണമായ
പ്രവർത്തനങ്ങൾ കൊണ്ടും സംഘത്യാഗ അഭക്തരുമായിട്ടുള്ള സംസർഗം ഉപേക്ഷിക്കുന്നത് കൊണ്ടും സതവൃത്തി പൂർവാചാര്യന്മാരുടെ കാലടികൾ പിന്തുടരുന്നത് കൊണ്ടും ഷട്ടി ഈ 6 വിധ കാര്യങ്ങൾ കൊണ്ടും ഭക്തിയുടെ സേവനം പുരോഗമിക്കുന്നു പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഭക്തി ഇത് നമുക്ക് ഇപ്പൊ ഫസ്റ്റ് നമുക്ക് പറയുന്നുണ്ട് നമുക്കുള്ള ക്ഷമയോടുള്ള നമ്മുടെ ശ്രവണം. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഭാഗവതം മനസ്സിലാക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ശ്രവണം തന്നെ. ഇപ്പൊ ഇതിനുള്ള എല്ലാ സൊല്യൂഷനും ഭാഗവതത്തിനകത്ത് പറയണം. എങ്ങനെ ഭാഗവതം മനസ്സിലാക്കാം, നമുക്ക് അതിന് സൊല്യൂഷൻ നമുക്ക് ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ നമ്മളെ ഭക്തി വളരുന്നതിനുള്ള സാഹചര്യങ്ങൾ, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ഭക്തി വളരും, അതിനുള്ള സൊല്യൂഷൻ നമുക്ക് ഭാഗവതത്തിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ഭക്തിയുടെ സേവനം പ്രാവർത്തികമാക്കാൻ സഹായിക്കുന്ന 6 തത്വങ്ങളാണ് നമുക്ക് വരുന്നത്. നമ്മൾ ഉത്സാഹിയായിട്ടിരിക്കുക, പക്ഷെ നമുക്ക് കേൾക്കണം, ഭാഗവതം കേൾക്കണം, അത് മനസ്സിലാക്കണം എന്നുള്ള ആ ഒരു എന്തൂസിയാസം അതിനകത്ത് നമുക്കത് പ്രഭാത വേട് പറയുന്നത് എന്തൂസിയാസം എന്നുള്ള വേടാണ് അതിനകത്ത് പറയുന്നത്. പിന്നെ നമുക്ക് വിശ്വാസത്തോടെ നമ്മൾ പ്രയത്നിക്കുക, നമുക്ക് മനസ്സിലാക്കി എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടുകൂടി നമ്മൾ അത് പ്രയത്നിക്കും. പിന്നെ ക്ഷമയോടെ. അപ്പം എന്ന് വെച്ചാൽ പലർക്കും ഇപ്പൊ നമ്മൾ ഫസ്റ്റ് എടുത്ത് നമുക്കൊരു ശ്ലോകം വായിച്ചു നോക്കിയാൽ നമുക്കത് മനസ്സിലായില്ലെങ്കിൽ നമുക്കിത് മനസ്സിലായില്ല എന്ന് പറഞ്ഞു നമ്മളത് അതിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധ കൊടുക്കാൻ ശ്രമിക്കൂല. പക്ഷെ അത് ക്ഷമയോടെ ഇരുന്ന് അത് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു സഹിഷ്ണുത നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ അതാണ് ആ 3ാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ക്ഷമയോടെ ഇരിക്കുക എന്ന് പറയുന്നത്. പിന്നെ ശ്രവണ കീർത്തന സ്മരണം. അപ്പം ശ്രവണം കീർത്തനം വിശ്വസ്മരണം എന്ന് വെച്ചാൽ നമ്മള് കേൾക്കുക, കീർത്തിക്കുക, കൃഷ്ണനെ സ്മരിക്കുക. അപ്പം ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ തത്വങ്ങൾ അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കും. പിന്നെ അതിനകത്ത് ഒന്നവിടെ പറയുന്നുണ്ട്, നമ്മൾ ഭക്തന്മാരോ അല്ലാത്ത ആൾക്കാരുമായിട്ടുള്ള സംഘം, ഇത് നമ്മൾ ഭക്തിനെ നശിപ്പിക്കുകയുള്ളൂ, നമുക്ക് കൂടുതൽ ഭക്തിയിലോട്ട് ഉയർന്നു വരാനായിട്ട് നമുക്ക് സഹായിക്കുകയില്ല. പിന്നെ പൂർവാചാര്യന്മാരുടെ കാലടികൾ പിന്തുടരുക എന്ന് വെച്ചാൽ നമ്മളെ പൂർവാചാര്യന്മാര് എങ്ങനെയാണ് നമുക്ക് ഭക്തി പ്രാക്ടീസ് ചെയ്ത് തന്നത് എന്ന് വെച്ചാൽ അവര് എത്ര സഹിഷ്ണുതയോടെയും ക്ഷമയോടെയാണ് ഭഗവാന്റെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതെന്ന്. അത് നമ്മളിപ്പം പ്രഭുപാദിന്റെ ഒരുപാട് ഓൾഡ് ഏജിലാണ്, 72ാമത്തെ വയസ്സിലാണ് പ്രഭുപാദ് ഭക്തിയുടെ സേവനം ചെയ്യുന്നതിനും അത് ഒരുപാട് എന്ന് വെച്ചാൽ സിംഗിൾ മാൻ, അത് ഒറ്റയ്ക്ക് നിന്നതാണ് ഇത്രയും വലിയൊരു പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ അത് അദ്ദേഹം അതിന്റെ പിന്തുടർച്ചയായിട്ടാണ് നമ്മൾ ഇതെല്ലാം പഠിക്കുന്നത് തന്നെ. അപ്പൊ അദ്ദേഹം ഒരാള് നിന്ന് അത്രയും ക്ഷമയോടും സഹിഷ്ണുതയോടും നിന്ന് ഭക്തിയുക്ത സേവനം ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഇന്നും ഭഗവാന്റെ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു അവസരം തന്നെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതാണ് പൂർവാചാര്യന്മാരുടെ കാലടികൾ പിന്തുടരുക എന്ന് പറയുന്നത്. അപ്പം ഇത് ഇത്രയും നമുക്ക് ഭക്തിയിൽ വിജയം കണ്ടെത്താനുള്ള വിജയം ഉറപ്പിക്കാനുള്ള മാർഗങ്ങളായിട്ടാണ് നമുക്ക് ഉപദേശാമൃതത്തിൽ നമുക്ക് ഈ ശ്ലോകം പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് പലരുടെയും ഒരു ഇതുണ്ട്, ഒരു സംശയങ്ങളായിരുന്നു, നമുക്ക് എങ്ങനെ ഭക്തി ചെയ്യാം, ഭക്തി എങ്ങനെ നമുക്ക് ചെയ്യാം, നമുക്ക് അതിനെ മനസ്സിൽ കിട്ടുന്നില്ല, നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ. അപ്പൊ ഒരുപാട് പേര് നമുക്ക് അങ്ങനെ പല നമ്മുടെയും മനസ്സിൽ തോന്നും നമുക്ക് പ്രോപ്പറായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിനുള്ള പരിഹാരങ്ങളെല്ലാം നമുക്ക് ഭാഗവത്തിനകത്ത് തന്നെ നമുക്ക് പറയുന്നുണ്ട്. പല ശാസ്ത്രങ്ങളിലായിട്ട് നമുക്ക് പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉത്സാഹമായിട്ടിരിക്കുക. നമുക്ക് എപ്പോഴും എന്ന് വെച്ചാൽ ഇപ്പം ഐശ്വര്യ മാതാജി നമുക്ക് ഈ ക്ലാസ്സിന്റെ തൊട്ട് മുന്നേയുള്ള ഒരു ക്ലാസ് ഈ ശ്ലോകത്തിന് തന്നെ വേറൊരു ക്ലാസ്സിനകത്ത് പറയുന്നത് എന്ന് വെച്ചാൽ ഒരു കാര്യം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നമ്മളെ കേൾക്കുന്നത് കൊണ്ട് നമുക്ക് അതിനകത്തൊരു നഷ്ടം വരുന്നില്ല. അത് നമ്മൾ ഒരേ കാര്യങ്ങൾ എന്നെല്ലാം നമ്മൾ വീണ്ടും കേട്ടുകൊണ്ടിരിക്കണം എന്നുള്ളൊരു ഇത് നമുക്ക് അതിനകത്ത് വരുന്നില്ല. എന്ന് വെച്ചാൽ വീണ്ടും നമുക്ക് ഒരു ശ്ലോകം തന്നെ, ഒരു ശ്ലോകത്തിലെ അർത്ഥം തന്നെ നമ്മൾ വീണ്ടും കേൾക്കുന്ന സമയത്ത് നമുക്ക് പുതിയ അറിവാണ് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് ആ ഒരു മനസ്സ് നമുക്ക് വീണ്ടും ക്ഷമയോടുകൂടി ഭാഗവതം വീണ്ടും പഠിക്കാനുള്ള ഒരു മനസ്സും ഉത്സാഹവും നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാലും, പിന്നെ പൂർവാചാര്യങ്ങൾ എന്ത് പറഞ്ഞിട്ട് അതിനകത്ത് മഹാരാജന്റെ ലക്ഷ്യത്തിനകത്ത് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മള് മംഗളാരതി കേൾക്കുന്നത് നമുക്ക് ഒരു ദിവസം എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം നമുക്കൊരു മടി തോന്നും, നമുക്ക് ഇന്ന് എണീക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ള ഒരു മടി തോന്നും. പക്ഷെ നമ്മൾ ഡെയിലി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മംഗളാരതിക്ക് നമ്മൾ 3:45 മണിക്ക് ആ ഒരു സമയത്ത് നമ്മൾ എണീക്കുകയാണെങ്കിൽ അത് നമ്മളൊരു ഉത്സാഹമാണ്. അപ്പൊ അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പൊ അതൊന്നും നമുക്ക് ഒരു തടസ്സമില്ല. അപ്പൊ അത് നമ്മുടെ മൈൻഡാണ്, നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യണം. അത് രാവിലെ എണീച്ചും മംഗളാരതിക്ക് നമ്മൾ അറ്റൻഡ് ചെയ്യണം, നമ്മളെ ജപം കംപ്ലീറ്റ്ലി ചെയ്യണം. ഇതൊക്കെ നമ്മളൊരു ഡെഡിക്കേഷൻ പോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും.
ഇതെല്ലാം നമുക്ക് ആചാര്യന്മാർ കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് ലിവിങ് എക്സാമ്പിൾ ഒരുപാട് ആചാര്യന്മാർ നമുക്ക് ഇത് കാണിച്ചു തന്നു. ഒത്തിരി ഭക്തന്മാരെ ക്ലാസ്സിലെല്ലാം നമ്മൾ ജയസാക്ഷിപ്രഭുവിന്റെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 60-70 വയസ്സായ സന്യാസിമാരും അവര് എന്തുകൊണ്ട് ഇത്രയും ഉത്സാഹത്തോടുകൂടി നിന്ന് ഭക്തി ചെയ്യുന്നു എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാന്ന് ചോദിക്കും. നമുക്കൊക്കെ ഒരു ദിവസം ചെയ്തു, രണ്ട് ദിവസം സർവീസ് ചെയ്യുമ്പോഴും 2-3 ദിവസം കഴിയുമ്പോൾ നമുക്ക് മടുപ്പും ക്ഷീണവും പിന്നെ ഒരു അലസതയൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മൾ ഒരുപാട് പ്രായം ചെയ്യുന്ന സന്യാസിമാരെല്ലാം സർവീസ് ചെയ്യുന്ന സമയത്തും അവർ ഉത്സാഹത്തോടു കൂടിയും ഭയങ്കര സന്തോഷത്തോടു കൂടിയും നിന്ന് സർവീസ് ചെയ്യണത് അത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോ അതിനെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാം ആ ഒരു സന്തോഷം എന്ന് വെച്ചാൽ മനസ്സിൽ അവർ അത്രയും ഒരു ഹാപ്പിനെസ്സോട് കൂടിയിട്ടാണ് ആ ഭഗവാന്റെ സർവീസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഉത്സാഹം നമുക്ക് മനസ്സിൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പ്രത്യേകിച്ച് ഒരു തടസ്സവും ഇല്ല. നമുക്ക് ആൾവേസ് നമുക്ക് അത് ചെയ്യാനുള്ള ഒരു മൈൻഡും, നമുക്ക് ചില ഡിവോട്ടീസ് ആണ് ഏത് സമയത്തും നമുക്ക് അവർ ആക്റ്റീവ് ആയിരിക്കും. എന്ത് കാര്യത്തിന്, എന്ത് സർവീസ് ചെയ്യണേനും ഒന്നിനും മാറി നിൽക്കില്ല. എന്ത് സർവീസ് ചെയ്യുന്നതിലും അവർ ആക്റ്റീവ് ആയിട്ട് നിൽക്കും. വെച്ചാൽ അവരെല്ലാം അത് ആസ്വദിക്കുന്നുണ്ട്. ഭഗവാന്റെ ആ സർവീസ് അവർ ഒരുപാട് ആസ്വദിക്കുന്നുണ്ട്. അപ്പൊ നമുക്കൊരു ഇപ്പം അതിന് നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ വരും. നമുക്ക് എന്തെങ്കിലുമൊക്കെ സർവീസ് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പിന്നെ ആരെങ്കിലുമൊക്കെ നമ്മളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു വല്ലാത്തൊരു വിഷമവും കാര്യങ്ങളൊക്കെ വരും. പക്ഷെ അതിനെയെല്ലാം നമ്മൾ ഓവർകം ചെയ്ത് നമ്മൾ ആ സർവീസ് സന്തോഷത്തോടെ ഒരു ആനന്ദത്തോടു കൂടി നമ്മൾ അത് മുന്നോട്ട് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അടുത്ത ശ്രീമദ് ഭാഗവത ശ്രവണത്തിന് അല്പഭാഗ്യവാന്മാർക്ക് താല്പര്യമുണ്ടാവില്ല എന്ന് വെച്ചാൽ നമുക്ക് ഈ എല്ലാവർക്കും നമുക്കിപ്പം ഭാഗവതം കേൾക്കണമെന്ന് വെച്ചാൽ നമ്മളിപ്പോ എല്ലാവരെയും ക്ഷണിക്കുന്ന ഭാഗവതം ക്ലാസ്സുണ്ട്. ഇതിൽ നമ്മൾ ഒരു 100 പേര് ക്ഷണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് ഒരു 10 പേരായിരിക്കും ആ ഒരു നമുക്ക് ഈ ക്ലാസ്സിനെന്ന് പറയുന്നത്. ഇപ്പം നമ്മള് ഭാഗവതത്തിന്റെ ലിങ്ക് തന്നെ, ക്ലാസ്സിന്റെ ലിങ്ക് തന്നെ നമ്മളിപ്പം ഒരു ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് പോലെ അല്ലെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പിലോ ഇൻഡിവിജ്വലിയൊക്കെ നമ്മൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിനകത്ത് ഒരു 10-15 പേര് മാത്രമായിരിക്കും അതിനകത്ത് ഇൻട്രസ്റ്റോടുകൂടി കയറുന്നത്. അത് ചിലപ്പോൾ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി കയറുന്നത് ആയിരിക്കും. പിന്നെ അവർക്ക് ആ ഒരു ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉടനെ അവർ ലീവ് ചെയ്തു പോകും. അങ്ങനെ ഒരുപാട് പേർക്കും അങ്ങനെ അധികം താല്പര്യത്തോടു കൂടി അല്ല എല്ലാവരും ഭാഗവത ശ്രവണത്തിലിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഒരു മെറ്റീരിയൽ കാര്യത്തിനാണെങ്കിൽ ഇപ്പൊ 2.5 മണിക്കൂർ, നമ്മളിപ്പോ ഒരു മണിക്കൂറാണ് നമുക്ക് സാധാരണ നമ്മളെ ക്ഷേത്രങ്ങളിലെല്ലാം ഭാഗവതം ക്ലാസ് എടുക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് ക്ഷമയോടെ ഇരുന്ന് ഈ 1 മണിക്കൂർ ഭാഗവതം കേൾക്കാന്ന് വെച്ചാൽ എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് പുറത്ത് നമ്മൾ ഔട്ട് സൈഡിൽ നമുക്ക് എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് നമ്മൾ മണിക്കൂറുകൾ ചെലവാക്കാൻ നമുക്കൊരു എന്ന് വെച്ചാൽ നമ്മൾ അതിലൊരു ആസ്വാദനം നമ്മൾ കണ്ടെത്തുന്നുണ്ട്. ഒരിക്കലും നമ്മൾ ഭാഗവതം പഠിക്കുന്നതിലോ അത് നമുക്ക് ശ്രവിക്കുന്നതിലോ അതിൽ വേറൊരാൾക്ക് അത് പറഞ്ഞു കൊടുക്കുന്നതിലോ ഒന്നും അധികം ആരും അതിനൊരു താല്പര്യം നമ്മൾ കാണിച്ച് വരാറില്ല. അപ്പം ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലാണ് കൂടുതലും എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പൊ ഇത് വളരെ ഇത് ഭാഗവത്തിനകത്ത് പറയുന്നുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ഭക്തി ചെയ്യാൻ വളരെ എളുപ്പമാണ്, പക്ഷെ അത് പ്രയോഗം കഠിനമാണ് എന്ന് പറയുന്നത്. അത് രണ്ടും പറയുന്നുണ്ട്, വളരെ എളുപ്പമാണെന്ന് പറയുന്നുണ്ട്, വളരെ കഠിനമാണെന്നും പറയുന്നുണ്ട്. നിർഭാഗ്യവന്മാരായ ജനങ്ങൾ കാര്യവിമുഖമായ സാമൂഹിക രാഷ്ട്രീയ സംഭാഷണങ്ങൾ ശ്രമിക്കുന്നതിന് വേണ്ടുവോളം സമയം കണ്ടെത്തും. എന്നാൽ ശ്രീമദ് ഭാഗവത ശ്രവണത്തിന് ഭക്തർ വിളിച്ചുകൂട്ടുന്ന യോഗത്തിൽ പങ്കെടുക്കുവാൻ ക്ഷണിക്കുകയാണെങ്കിൽ അവർ തക്ഷണം വൈമനസ്യം കാട്ടുന്നു. അപ്പം അതാണ് നമ്മളിപ്പോ ഇവിടെ പറഞ്ഞത്. എന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി ഒരുപാട് സമയം ഇപ്പം ഭക്തി ചെയ്യുന്നതിന് നമുക്ക് വളരെ സരളം എന്നത് പ്രയോഗം കഠിനമാണെന്ന് പറയുന്നത്. നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭക്തി ചെയ്യുന്നതിന് സത്യത്തില് ഈസിയാണ്. പക്ഷെ നമുക്കത് പ്രയാസമായിട്ട് നമുക്ക് തോന്നുന്നു പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഒരുപാട് നമ്മൾ ഇൻവോൾവ് ആവുന്നില്ല. പക്ഷെ അതാ നമ്മൾ നേരത്തെ പറഞ്ഞത്, കുറച്ച് ഡിവോട്ടീസ് എന്ന് പറഞ്ഞില്ല, ഒരു എന്തൂസിയാസ്റ്റിക് ഉണ്ട്, അവരെന്ന് വെച്ചാൽ ഉത്സാഹമുണ്ട്. എന്ത് സർവീസ് ചെയ്യുന്നതിൽ ഒരിക്കലും അവരൊന്നും മടി കാണിക്കാതെ നിൽക്കുന്ന വെച്ചാൽ അത് അവർ ആ ആനന്ദം എന്ന് വെച്ചാൽ അവരാ ഭഗവാൻ ആ സർവീസിന്റെ ഒരു ആനന്ദം അവർക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അവരോട് മാറി നിൽക്കില്ല. അപ്പൊ അത് അങ്ങനെ ഒരു മൈൻഡ് നമുക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് മറികടക്കാൻ പറ്റും. ഏത് സാഹചര്യവും നമുക്ക് മറികടക്കാന്ന് വെച്ചാൽ ആ ഒരു ആനന്ദം നമുക്ക് മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അപ്പൊ അത് നമുക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്. അപ്പൊ അത് കൊണ്ടുവരാനുള്ള വഴികളാണ് നമുക്ക് ഈ ഉപദേശാമൃതത്തിൽ നമുക്ക് പറയുന്നത്. അതേ ഉത്സാഹത്തോടുകൂടി നമ്മൾ ഇരിക്കുക, പിന്നെ ക്ഷമയോടുകൂടി നമുക്ക് കേൾക്കുക, നമുക്ക് അത് പ്രവർത്തിക്കാനുള്ള ആ ഒരു മൈൻഡ് നമ്മൾ കൊണ്ടുവരിക. പിന്നെ സാധുക്കളുടെ എന്ന് വെച്ചാൽ അഭക്തന്മാരായിട്ടുള്ള സംഘം ഒഴിവാക്കുക. അപ്പം ഈ മാർഗങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് ഈ മാർഗങ്ങളാണ് സത്യത്തിൽ നമുക്ക് കഠിനം.
നമുക്ക് ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് നമ്മൾ ഭക്തിയിലോട്ട് കയറി വരാനുള്ള ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് കഠിനമാണ്. പക്ഷെ അത് നമ്മൾ കൊണ്ട് വന്നു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. അപ്പൊ അത് അനുഭവിക്കുന്ന ഭക്തർക്ക് മാത്രമാണ് അത് ഭയങ്കര സന്തോഷത്തോടു കൂടിയും ഉത്സാഹത്തോടു കൂടിയും ആൾവേസ് അവർ ഏത് സമയം നോക്കിക്കഴിഞ്ഞാലും, പക്ഷെ അവരെല്ലാം പുറത്ത് പല കാര്യങ്ങൾ എൻഗേജ്ഡ്. പക്ഷെ ഭഗവാന്റെ കാര്യം എടുക്കുമ്പോൾ അവർ ആൾവേസ് സന്തോഷത്തോടു കൂടി അപ്പം നമ്മൾ അത്രയും സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ഭക്തന്മാരെ കണ്ടു കഴിഞ്ഞാലും നമുക്ക് അറിയാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒന്നിനും ടെൻഷൻ അടിക്കാറില്ല. വളരെ സിമ്പിൾ ആയിട്ടായിരിക്കും ആ കാര്യങ്ങൾ അവർ കൈകാര്യം ചെയ്യുന്നത്. അവർ മെറ്റീരിയൽ ആയിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നാലും ബാക്കി എന്ത് പ്രശ്നങ്ങളായിരുന്നാലും വളരെ സൗമ്യമായിട്ട് അവർ കൈകാര്യം ചെയ്യും. അങ്ങനെയുള്ള ഭക്തന്മാരായിട്ട് പെരുമാറുമ്പോഴും നമുക്ക് അറിയാൻ പറ്റും അവരുടെ അഭിനയവും പിന്നെ അവരുടെ സിമ്പിൾസ് എല്ലാ തരത്തിലും അവർ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കും. അപ്പം റെയർലി ആണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ഒരു ഭക്തന്മാരെ നമുക്ക് കാണാൻ സാധിക്കുന്നതും പിന്നെ അങ്ങനെ ഒരു മൂഡിൽ നമുക്ക് വരാൻ സാധിക്കുന്നു എന്നൊക്കെ പറയാം. അത് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ തുടരെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെയൊക്കെ എല്ലാവരുടെ മൈൻഡിലും നമുക്ക് ഒരുപാട് ഈഗോ കാര്യങ്ങൾ എല്ലാ പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ ഒരു സൈഡിലൂടെ നമ്മൾ മാറ്റിവെച്ച് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് കൊണ്ടുവരുന്ന കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം സിമ്പിൾ എന്ന് വെച്ചാൽ നമ്മളെ ആചാര്യന്മാരെല്ലാം നമുക്ക് കാണിച്ചു തന്നെന്ന് പറഞ്ഞാൽ എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും എന്തെല്ലാം ഭൗതികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും അതിനെല്ലാം ഓവർകം ചെയ്ത് നമുക്ക് ഭക്തി എങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്ന് എല്ലാ ആചാര്യന്മാർക്കും നമുക്ക് ലിവിങ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ ഇത് നമുക്കെന്ന് വെച്ചാൽ ഓൾറെഡി എല്ലാം സെറ്റഡ് ആണ്. ഇത് നമ്മൾ ഫോളോ മാത്രം ചെയ്താൽ മതി. നമുക്ക് ആ ഒരു സ്റ്റെപ്പാണ് ബുദ്ധിമുട്ടായിട്ട് നമുക്ക് നിൽക്കുന്നത്. അത് ഫോളോ ചെയ്യാനുള്ളൊരു പ്രശ്നം. നമുക്ക് ഒരു ദിവസം ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും, ഒരു ദിവസം നമ്മൾ ഡൗൺ ആയി പോകും, തിരിച്ച് നമ്മൾ ഡൗൺ ആയി വീണ്ടും കയറി അങ്ങനെയാണ് നമ്മളൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു രീതിയിലല്ല നമ്മൾ. ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്. ബാക്കി ഭക്തന്മാരെല്ലാം നല്ല രീതിയിൽ കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്നുണ്ട്. ഭഗവാന്റെ കാര്യം എല്ലാം ആൾവേസ് നല്ല രീതിയിൽ ചെയ്തു പോകുന്നുണ്ട്. നമ്മൾക്ക് സ്വന്തം അനുഭവങ്ങളാണ് പറയുന്നത്. അപ്പം നമുക്ക് അതാ പറഞ്ഞ പുറത്ത് മറ്റു ഭക്തന്മാരെല്ലാം നോക്കുമ്പോൾ ഭയങ്കര സ്റ്റേബിൾ ആയിട്ട് കാര്യങ്ങളെല്ലാം ആൾവേസ് കണ്ടിന്യൂസ് ഒരേപോലെ നമുക്ക് ചെയ്തുകൊണ്ട് പോകുന്നത് കാണാൻ പറ്റും. ശ്രീമദ് ഭാഗവത അവർ ചിലപ്പോഴൊക്കെ ഭാഗവത പാരായണം ജീവിതവൃത്തിയായി സ്വീകരിച്ച ബാഹ്യദൃഷ്ടിയ ലൈംഗിക സാഹിത്യം എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന പരമപുരുഷനായ ഭഗവാന്റെ ലീലകൾ ഉൾക്കൊള്ളുന്ന രഹസ്യ വിഷയങ്ങൾ തക്ഷണം ഊർജ്ജസ്വലരായി മുഴുകും. ആരംഭം മുതൽ ഭാഗവത ശ്രവണം നടത്തുന്ന നിർദ്ദേശമാണ് ശ്രീമദ് ഭാഗവതം വിവക്ഷിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് തുടക്കം മുതലേ നമുക്ക് ഇത് ശ്രവണം മെയിൻ ആയിട്ട് നമുക്ക് പറഞ്ഞില്ലേ, ശ്രവണം നമ്മൾ ശ്രദ്ധയോടെയുള്ള ശ്രവണം. ശ്രീമദ് ഭാഗവത സ്വാംശീകരണത്തിന് യോഗ്യരായവരെ ഈ ശ്ലോകത്തിൽ ഇപ്രകാരം പ്രസ്താവിച്ചിരിക്കുന്നു. അനേകം ധർമ്മ കർമ്മങ്ങൾക്ക് ശേഷം മാത്രമാണ് ഒരാൾ ഭാഗവത ശ്രവണത്തിന് യോഗ്യനായി തീരുന്നത്. അനേകം ധർമ്മ കർമ്മങ്ങൾക്കു ശേഷം മാത്രമാണ് ഒരാൾ ഭാഗവത ശ്രവണം എന്ന് വെച്ചാൽ ഒരുപാട് എന്ന് വെച്ചാൽ നമുക്ക് ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഒരാത്മാവിന് ഭഗവാനെ കുറിച്ച് അറിയാൻ തന്നെ സാധിക്കുള്ളൂ. അത് മഹാരാജിന്റെ ഒരു ലെക്ചറിൽ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ആൾവേസ് ഭഗവാൻ കൃഷ്ണന്റെ ടച്ച് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഭാഗവത ശ്രവണത്തിന് തന്നെ സാധിക്കൂ എന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ ഉദ്ദേശം അതിലെ ഉത്സാഹം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഉത്സാഹം ഉണ്ടാകുന്നെങ്കിൽ തന്നെ നമുക്ക് ഭഗവാന്റെ സ്പർശനം നമുക്ക് ഉണ്ടായിരിക്കും, ഭഗവാന്റെ ടച്ച് നമുക്ക് ഉണ്ടായിരിക്കും, എങ്കിൽ മാത്രമേ നമുക്ക് ആ ഉത്സാഹം പോലും നമുക്ക് ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ക്രമേണ ഒരാൾ ഡെയിലി ഭാഗവത ശ്രവണം നടത്തുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അദ്ദേഹം ശുദ്ധീകരിക്കപ്പെട്ട് എന്ന് വെച്ചാൽ നമുക്ക് ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യുന്നതിന് യോഗ്യരായി തീരുമെന്ന് പറയുന്നു. ശ്രീമദ് ഭാഗവത ശ്രവണത്തിലൂടെ പരമദിവ്യോത്തമ പുരുഷനെ പ്രത്യക്ഷമായി സാക്ഷാത്കരിക്കണമെന്ന് കാര്യകാരണ വിവേചനത്തിന് ശേഷം അഥവാ ഗുണദോഷ ചിന്തകൾക്ക് ശേഷം ബുദ്ധിമാന്മാരായ വ്യക്തികൾ മഹാമുനി വ്യാസദേവനാൽ ഉറപ്പുവരുത്തിയിരിക്കുന്നു. വേദങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന സാക്ഷാത്കാരത്തിനുള്ള വ്യത്യസ്തങ്ങളായ അവസ്ഥകളിൽ കൂടി കടന്നു പോകാതെ തന്നെ ഈ സന്ദേശ സ്വീകരണത്തിന് താല്പര്യം കാട്ടുന്ന ഒരാൾ പരമാർത്ഥന നിലയ്ക്ക് ആരോഹണം ചെയ്യപ്പെടുന്നു. അപ്പം നമുക്ക് ഇതിനകത്ത് നമുക്ക് ഈ ശ്ലോകത്തിനകത്ത് പറയുന്നുണ്ടെന്ന് വെച്ചാൽ
ഈ നമുക്ക് ത്രിവിധ ദുഃഖങ്ങൾ, നമുക്ക് 3 തരത്തിലുള്ള ദുഃഖങ്ങൾ നമുക്കുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഉന്മൂലനം ചെയ്താന്ന് വെച്ചാൽ നമുക്ക് ഭാഗവത ശ്രവണത്തിലൂടെയാണ് നമ്മുടെ ഈ ത്രിവിധ ദുഃഖങ്ങളെല്ലാം ഉന്മൂലനം ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ മഹാരാജയുടെ ലെക്ചർ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്കൊരു പുല്ല് വെട്ടി കളഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോൾ അത് വളർന്നു വരും. അപ്പൊ അത് വേരോടെ പിഴുത് കളഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ വളരില്ല. അപ്പൊ അതുപോലെയാണ് നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്ന് വെച്ചാൽ നമുക്ക് ഭാഗവത ശ്രവണത്തിലൂടെയും നമുക്ക് ഭക്തിയുത സേവനത്തിലൂടെയും നമ്മുടെ ദുരിതങ്ങളെല്ലാം വേരോടെ പിഴുതു മാറ്റുകയാണെന്നാണ് പറയുന്നത്. അപ്പം അതെന്ന് വെച്ചാൽ അതിന്റെ പ്രോസസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഡെയിലി ചാണ്ടിങ്, നമ്മുടെ മംഗളാരതി, നമ്മുടെ റീഡിങ്, ഇതെല്ലാം കൊണ്ട് നമ്മുടെ ദുഃഖങ്ങളെല്ലാം വേരോടെ പിഴുതു മാറ്റുകയാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന് പ്രഭാത് ഒരു എക്സാമ്പിൾ നമ്മൾ എല്ലാ ഡിവോട്ടീസും എല്ലാ ക്ലാസ്സും പറയുന്നുണ്ട്. പ്രഭാത് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഈ ഒരു റോഡ് സൈഡിൽ ഒരു മജീഷ്യൻ വന്നിട്ട് ഒരു പാമ്പിനെ വെച്ചുകൊണ്ടിരിക്കും. അപ്പൊ അത് കടിക്കുന്ന സമയത്ത് അതിനെ കൊണ്ട് അവരുടെ ദേഹത്ത് കൊത്തിക്കുന്ന സമയത്ത് ഒരു പാമ്പ് കൊത്തും. പക്ഷെ പുറത്ത് നിൽക്കുന്ന ആൾക്കാർ വിചാരിക്കും അതിന്റെ വിഷം എല്ലാം ഇവർക്ക് പോയി, അവർക്ക് അത് ദോഷം ഉണ്ടാവുന്നത്. പക്ഷെ അത് റിയലി വന്നിട്ട് അവരുടെ ആ പാമ്പിന്റെ വിഷം മാറ്റിയിട്ടാണ് ആ പാമ്പിനെ കൊണ്ട് കടിപ്പിക്കുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി അത് കടിക്കുന്ന സമയത്ത് നമുക്ക് ബ്ലഡ് ഉണ്ടാവും. പക്ഷെ അതിന് വേറെ ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം അത് ഒരു ഡിവോട്ടി ഒരു ദുഃഖം അനുഭവിക്കുന്നതും ഒരു സാധാരണ ഒരു ധാർമ്മിക ദുഃഖം അനുഭവിക്കുന്നതും എന്ന് വെച്ചാൽ ഒരു ഡിവോട്ടിക്ക് ഒരു ദുഃഖം വരികയാണെങ്കിൽ ഭൗതികമായിട്ട് ഇപ്പൊ നമ്മള് ഭക്തന്മാർക്ക് ദുഃഖങ്ങളില്ല എന്നല്ല, ഭൗതികമായിട്ടുള്ള എല്ലാ ദുഃഖങ്ങളും ഭക്തന്മാർക്കും ഉണ്ടാവും. പക്ഷെ അതിന്റെ കാഠിന്യം കുറഞ്ഞിരിക്കുക. അതിനാണ് ഈ ഒരു എക്സാമ്പിൾ പറയുന്നത്. വെച്ചാൽ ഒരു വിഷമില്ലാത്തൊരു പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ അതിന് രക്തം പുറത്തു വരും, പക്ഷെ അതിന് വേറെ ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതുപോലെ ഭഗവാൻ അവിടെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും നമുക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ കാഠിന്യം ഭഗവാൻ നമുക്ക് കുറച്ച് തരികയാണ് ചെയ്യുന്നത്. അപ്പം ഔട്ട്സൈഡ് നിൽക്കുന്ന ആൾക്കാർ ഞാൻ ഇപ്പുറത്ത് വെച്ച് എല്ലാ ഭക്തന്മാർക്ക് അവരത് ചെയ്തിട്ട് ഇത് ചെയ്തിട്ടൊക്കെ അവർക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകുന്നല്ലോ എന്ന് പറയും. പക്ഷെ അതിന്റെ റീസൺ എന്ന് വെച്ചിട്ട് ഭഗവാൻ നമുക്ക് അതിന്റെ കാഠിന്യം ആ ദുഃഖത്തിന്റെ ദുരിതത്തിന്റെ കാഠിന്യം നമുക്ക് കുറച്ച് തരികയാണ് ചെയ്യുന്നത്. അപ്പം ഇപ്പം നമുക്ക് മനുഷ്യജന്മം എടുത്തിട്ട് നമ്മൾ ഭഗവാനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ആ ജന്മം നിരർത്ഥ എന്നുവെച്ചാൽ ആ ജന്മത്തിന് അർത്ഥവുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ആ ശ്ലോകം അസ്മിൻ വയേ ഭരതവർഷേ സുരഭി ദേവ സംസ്കൃതിസ്വ കഥം ശ്രവണം പുംസം നിഷ്ഫലം ജന്മകീർത്തിതം. മഹാരാജന്റെ ഒരു ലെക്ചർ എന്ന് പറഞ്ഞ ഒരു ശ്ലോകമാണിത്. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ മഹത്വത്തെ കുറിച്ച് നാം കേട്ടില്ലെങ്കിൽ നമ്മുടെ ജന്മം തന്നെ നിഷ്ഫലം എന്ന് ഇത് ശാസ്ത്രങ്ങൾ പറയുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഇത്രയും നല്ലൊരു അവസരം ഭഗവാന്റെ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും അത് വെച്ചാൽ ഒരുപാട് പേർക്ക് പല പല ബുദ്ധിമുട്ടോട് കൂടി, ശാരീരിക ബുദ്ധിമുട്ടുകൾ കൂടി ആയിരിക്കും ജനിക്കുന്നത്. പക്ഷെ ഭഗവാൻ നമുക്ക് അത്യാവശ്യം എല്ലാ ഇതുകളും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് കൂടുതലും പ്രാക്ടീസ് ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും നമുക്ക് തന്നിട്ടും നമ്മളത് പ്രാക്ടീസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജന്മം നിഷ്ഫലം എന്നാണ് പറയുന്നത്. അപ്പം ദേവിയുടെ എല്ലാ ഭക്തന്മാരും നല്ല രീതിയിൽ ഭക്തി ചെയ്യാനും ജപം ചെയ്യാനും ഭാഗവതം പഠിക്കാനും ഉള്ള സാഹചര്യങ്ങളെല്ലാം നമുക്ക് ഭഗവാൻ തന്ന അവസരങ്ങളെല്ലാം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ എല്ലാവർക്കും പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. നമുക്ക് ഈ ക്ലാസ്സിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ഡിവോട്ടീസിന് എന്തെങ്കിലുമൊക്കെ നമുക്ക് പോയിന്റുകൾ ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും കൂടുതൽ പോയിന്റ് ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം. ഹരേ കൃഷ്ണ മാതാജി. പ്രഭു ഇതിനെ കുറിച്ച് പ്രഭുവിന് കൂടുതൽ പോയിന്റുകൾ ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ പറയാം പ്രഭു. ഇതിനെ കുറിച്ച് ഒന്നും ഡിസ്കസ് ചെയ്യാനല്ല. സൂപ്പർ. നല്ല ക്ലാസ് ആയിരുന്നു മാതാജി, നല്ല ഡിസ്കഷൻ. മാതാജി പറഞ്ഞ ഒരു പോയിന്റ് ഞാനൊന്ന് എംഫസൈസ് ചെയ്യുകയാണ്. അതായത് നമ്മുടെ ലൈഫില് ഗുരുവിന്റെ പ്രാധാന്യം, ഇപ്പൊ ശിക്ഷാഗുരുക്കന്മാരാവട്ടെ ദീക്ഷാഗുരുക്കന്മാരാവട്ടെ, അവരുടെ പ്രാധാന്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അവര് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ക്ഷമയോട് കൂടി കേൾക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞത് വളരെ സ്ട്രൈക്ക് ചെയ്ത പോയിന്റ് ആണ് മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു.
ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. വളരെ സന്തോഷം. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. നന്ദി മാതാജി. വളരെ നന്ദി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭഗവാന്റെ ദർശനം എടുക്കാം.